വാഷ്റൂമിൽ കയറി നന്നായി മുഖം കഴുകിയതും ഒരാശ്വാസം തോന്നി ശിവയ്ക്ക്. അവൾ കണ്ണാടിയിൽ സ്വയം ഒന്ന് നോക്കി. കണ്ണുകൾക്കടിയിലെ കറുപ്പ് കുറച്ചുകൂടി കൂടിയതുപോലെ തോന്നി അവൾക്ക്. 2-3 ദിവസമായുള്ള ഉറക്കച്ചടവാണ്. അവൾ മുഖം തുടച്ചു ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു റൂമിലേക്ക് വന്ന രാമച്ചനെ. ആ, മോൾ ഇങ്ങോട്ട് പോന്നു എന്ന് ചൈത്രകുഞ്ഞു പറഞ്ഞു. മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല രാമച്ച, വൈകിട്ട് ജാനുവമ്മ കൊണ്ടുവന്ന കഞ്ഞി ഇരിപ്പുണ്ട്, ഞാനത് കഴിച്ചോളാം. ആ, സമയം എന്തായെന്ന് അറിയോ? മണി 10 കഴിഞ്ഞു. കഞ്ഞിയൊക്കെ ഇപ്പോൾ തണുത്ത ഒരു പരുവമായിട്ടുണ്ടാവും. ഞാനൊരു കാര്യം ചെയ്യാം, ഈ ആശുപത്രിക്ക് പുറത്ത് നല്ലൊരു തട്ടുകടയുണ്ട്. ഞാൻ പോയി അവിടെ നിന്ന് നല്ല ചൂട് ദോശയും ചട്നിയും വാങ്ങി വരാം. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞ് ഇത്തിരി നേരം കിടന്നോ? അയ്യോ, അതൊന്നും വേണ്ട രാമച്ച, എനിക്കിനി ഒന്നും വേണമെന്നില്ല, വിശപ്പൊക്കെ കെട്ടു. ഏയ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. മോള് പട്ടിണി കിടന്നാൽ പൊള്ളുന്നത് സേതുവിനാ, അറിയാമല്ലോ. അപ്പോൾ വെറുതെ ആ മനസ്സ് വിഷമിപ്പിക്കണ്ട. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് സേതു വരുമ്പോൾ നല്ല മിടുക്കിയായിട്ടിരിക്കണം കേട്ടോ. രാമച്ചൻ പോയിട്ട് പെട്ടെന്ന് വാങ്ങി വരാം. അയാൾ അവളുടെ കവളിൽ ഒന്ന് തഴുകി പറഞ്ഞതും ശിവ ഒരു ചിരിയോടെ തലയാട്ടി. നഭസിലെ പ്രായം ചെന്നവരിൽ മുതിർന്ന ആളാണ് രാമച്ചൻ. വൈകുന്നേരം ജാനുവമ്മ വീട്ടിലേക്ക് പോയതും രാമച്ചൻ അവൾക്കും ചിത്തുവിനും കൂട്ടായി ഹോസ്പിറ്റലിൽ അവർക്കൊപ്പം നിൽക്കുവാണ്. നാളെ സേതുവിനെ റൂമിലേക്ക് മാറ്റൂ. ഇത്രയും നേരം ശിവ ഐസുവിന് മുന്നിൽ തന്നെ ഇരിപ്പായിരുന്നു. ചൈത്ര കുറെ ബഹളം വെച്ച് മുറിയിലേക്ക് പറഞ്ഞു വിട്ടതാണ് അവളെ, ഒന്ന് ഫ്രഷ് ആകാനായി. കയ്യിലിരുന്ന ടർക്കി അവിടെ കിടന്ന കസേരയിലേക്ക് വിരിച്ചിട്ട് ശിവ ബെഡിലേക്ക് ഇരുന്നു. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തതും പെണ്ണൊന്ന് ഞെട്ടിപ്പോയി. തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ. മറുപുറത്തുനിന്ന് ഗംഭീരമായ ശബ്ദം അവളുടെ കാതിൽ പതിച്ചതും അവളുടെ കണ്ണുകൾ ഒന്ന് വികസിച്ചു. ആ ഒരൊറ്റ വാക്കിൽ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു മറുപുറം ആരായിരുന്നു എന്ന്. ശിവയുടെ ഹൃദയമിടിപ്പ് കൂടി. ഹലോ, അവളൊന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞു. തൻ്റെ അച്ഛനെ നാളെ വൈകുന്നേരം തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആൾക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ കല്യാണത്തിൻ്റെ കാര്യം സംസാരിക്കാനായി 2 ദിവസം കഴിഞ്ഞു എൻ്റെ മുത്തശ്ശൻ തൻ്റെ അച്ഛനെ വന്ന് കാണും. അന്ന് തന്നെ എല്ലാം തീരുമാനിച്ചിരിക്കും. അത്രയും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കേൾക്കാതെ ആ കാൾ കട്ടായി. ശിവ കണ്ണുകൾ ഒന്ന് ഇറുക്കി അടച്ച് തുറന്നു. അവരായി വന്ന് പറയും മുമ്പേ സേതു അച്ഛയോട് കല്യാണക്കാരൻ സംസാരിക്കണം. അവൾ ഓർത്തു. ഇന്നേ വരെ ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല അച്ഛനുമായി. അപ്പോൾ വൈഭവിനെ താൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛ വിശ്വസിക്കില്ല. അതുകൊണ്ട് അച്ഛയ്ക്ക് കൺവിൻസ് ആവും പോലെ മറ്റെന്തെങ്കിലും പറയാമെന്നവൾ തീരുമാനിച്ചു. എൻ്റെ മഹാദേവ, കള്ളങ്ങൾ കൊണ്ടൊരു കൂമ്പാരമാണ് കെട്ടാൻ പോകുന്നത്. ഇതെല്ലാം എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഒരു പിടിയും. എന്തായാലും എൻ്റെ കൂടെ കാണണേ ഭഗവാനെ. നെഞ്ചിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചു ശിവ. അച്ഛൻ അത് ഉറപ്പിക്കാൻ തന്നെ തീരുമാനിച്ചോ? രാവിലെ തന്നെ പുറത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന ശേഖരവർമ്മയ്ക്ക് അടുത്തേക്ക് വന്ന് വിദ്യ ചോദിച്ചു. വൈഭവ് പറഞ്ഞ പെണ്ണിൻ്റെ അച്ഛനെ കാണാനാണ് അച്ഛൻ്റെ ഈ പോക്ക് എന്ന് വിദ്യയ്ക്ക് അറിയാം. ഈ കല്യാണം ഉറപ്പിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനിച്ചതല്ലേ? അത് ഞാൻ നിന്നോടും പറഞ്ഞതാണല്ലോ. പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം? വിദ്യയുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ അയാൾ മറുപടി കൊടുത്തു. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. ആ പെണ്ണിൻ്റെ അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് അച്ഛൻ എന്തിനാ പോകുന്നേ എന്നാ. അവർക്ക് ഇങ്ങോട്ട് വന്നൂടെ? അല്ലേലും മാണിക്യമംഗലത്തെ സംബന്ധം നോക്കാനും മാത്രം എന്താ ആ അരപ്പട്ടിണി കിടക്കുന്നവർക്കുള്ളത്? വിദ്യ ഒരുമാതിരി അറയ്ക്കുന്ന രീതിയിൽ പുച്ഛത്തോടെ പറഞ്ഞതും ശേഖരവർമ്മ തിരിഞ്ഞു നിന്നു മകളെ ഒന്ന് തുറച്ചു നോക്കി. ഏത് നാട്ടിലാടി പെണ്ണിൻ്റെ അച്ഛൻ മോളെ കെട്ടിക്കുമെന്ന് ചോദിച്ച് ചെക്കൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ടുള്ളത്? നിന്നെ കെട്ടിക്കാനായി ഞാൻ സുരേഷിൻ്റെ വീട്ടിൽ അങ്ങോട്ട് പോയി ചോദിക്കുമായിരുന്നോ? അല്ലല്ലോ. അയാൾ മകളെ നോക്കി കടുപ്പിച്ചൊന്ന് ചോദിച്ചതും വിദ്യ തലകുനിച്ചു നിന്നു. പിന്നെ ആ പെൺകുട്ടിക്ക് മാണിക്യമംഗലത്തെ മരുമകളാകാനുള്ള യോഗ്യത തീരുമാനിക്കുന്നത് അവനാ, മാണിക്യമംഗലത്തെ അവകാശിയായ വൈഭവ് വർമ്മ. അവനൊന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആരായാലും ആ പെൺകുട്ടിയാണ് അവൻ്റെ ഭാര്യ. മനസ്സിലായോ വിദ്യയ്ക്ക്? അതൊരു അലർച്ച തന്നെയായിരുന്നു. അച്ഛൻ്റെ ഉയർന്ന ശബ്ദത്തിൽ വിദ്യ ഒന്ന് കിടുങ്ങിപ്പോയി. പിന്നെ മനസ്സിലായി എന്ന രീതിയിൽ തല ഒന്ന് ആട്ടി. പ്രായമേറിയെങ്കിലും ഇപ്പോഴും മക്കൾക്ക് എല്ലാവർക്കും ശേഖരവർമ്മയുടെ നിഴലിനെ പോലും പേടിയാണ്, പ്രത്യേകിച്ച് വൃന്ദയ്ക്കും വിദ്യയ്ക്കും. സ്വർണ്ണപിടിയുള്ള തൻ്റെ ഊന്നുവടി കയ്യിലെടുത്ത് ശേഖരവർമ്മ മുറിയിൽ നിന്നിറങ്ങി. പോകും വഴി വിദ്യയെ ഒന്നിരുത്തി നോക്കാനും അയാൾ മറന്നില്ല. അയാൾ പോയതും തൻ്റെ കൈമുഷ്ടി ചുരുട്ടി ഭിത്തിയിൽ ദേഷ്യത്തിൽ ഇടിച്ചു വിദ്യ. തൻ്റെ മകൾ അഞ്ജലിയെ കൊണ്ട് വൈഭവിനെ വിവാഹം കഴിപ്പിക്കാൻ തച്ചം കെട്ടി നടക്കുമായിരുന്നു വിദ്യ. അതിനുവേണ്ടി അഞ്ജലിയെ ഇവിടുത്തെ കോളേജിൽ തന്നെ ചേർത്തു. കുടുംബത്തോടെ തറവാട്ടിൽ തന്നെയാണ് അവർ താമസം. എന്നാൽ പെട്ടെന്ന് വൈഭവ് കൊണ്ടുവന്ന ഈ ആലോചന വിദ്യയുടെ പദ്ധതികളെയൊക്കെ മാറ്റിമറിച്ചു. അതിൻ്റെ ദേഷ്യത്തിലാണ് അവർ. ശേഖരവർമ്മ നടുമുറിയിലെത്തിയതും കണ്ടു പൂജാമുറിയിൽ നിന്നും പൂജിച്ച താലവുമായി ഇറങ്ങുന്ന അംബികയെ. ശേഖരൻ അവർക്കടുത്തേക്ക് വന്നതും അംബിക ഒരു ചിരിയോടെ തൻ്റെ താലത്തിൽ നിന്നും ഒരു നുള്ളു ചന്ദനം അയാളുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. മുത്തു, ദാ ഇതും കൂടി.
ഒരു തോൾമുണ്ടും മുടിച്ചുകൊണ്ട് അപർണ അവർക്കടുത്തേക്ക് ഓടി വന്നു നിന്നു. ഇപ്പോഴാ ഇത് മാണിക്യമംഗലത്ത് രാജാവായത്. ഇനി അങ്ങോട്ട് പോവുക. പോയിട്ട് നമ്മുടെ വിശ്വാമിത്രന്റെ തപസ്സിളക്കിയ ആ അപ്സരസിനെ എത്രയും വേഗം നമ്മുടെ തറവാട്ടിലേക്ക് കൊണ്ടുവരിക. ശേഖരന്റെ തോളിലേക്ക് ആ സ്വർണ്ണക്കരയുള്ള തോൾമുണ്ട് ഇട്ടുകൊടുത്ത് വലിയ അധികാരത്തിലെന്ന പോലെ അവൾ പറഞ്ഞത്. പെണ്ണിന്റെ തമാശ കേട്ട് ശേഖരനും അംബികയും ചിരിച്ചുപോയി. മൂത്ത മകൻ മാധവന്റെ ഇളയ മകൾ അപർണ എന്ന അപ്പുവാണ് അവൾ. തറവാട്ടിലെ ഏറ്റവും ഇളയ സന്തതി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ കാര്യമാണ് അവളെ. എന്നാ ഞാൻ ഇറങ്ങാം, പോയിട്ട് വരാം കേട്ടോ കാന്താരി. അംബികയെ നോക്കുകയും കൂടെ അപ്പുവിന്റെ കവിളിലും കൂടി ഒന്ന് പിച്ചി ശേഖരൻ പറഞ്ഞതും രണ്ടുപേരും ചിരിച്ചുകൊണ്ട് തലയാട്ടി കാണിച്ചു. ഈശ്വര, എല്ലാം ഭംഗിയാക്കി നടത്തണേ. എന്റെ മുത്തശ്ശി, ഇങ്ങനെ പേടിക്കാതെ തന്നെ. എല്ലാം നന്നായി തന്നെ വരും. ഇനി അങ്ങനെയല്ലേ തന്നെ ഇവിടുത്തെ കൊച്ചമ്പ്രാൻ തന്നെ എല്ലാം ശരിയാക്കുമെന്ന് എന്റെ മുത്തശ്ശിക്ക് അറിയില്ലേ? ശേഖരന്റെ കാർ മുറ്റം കിടന്നങ്ങ് പോയതും അംബികാമ്മ നെഞ്ചിൽ കൈവച്ചു പ്രാർത്ഥിച്ചതും അവരുടെ താടി തുമ്പിൽ പിടിച്ച് കളിയോടെ അപർണ കൊഞ്ചി. ഇടി കാന്താരി, അവൻ കേൾക്കണ്ട നിന്റെ ഈ കൊച്ചു തമ്പുരാൻ വിളി. കേട്ടിരുന്നേൽ നിന്റെ ഈ എല്ലില്ലാത്ത നാക്ക് അവൻ പിടിച്ച് തിരിച്ചേനെ. മുത്തശ്ശി അപ്പുവിന്റെ കയ്യിലൊന്ന് തട്ടി. ഓ പിന്നെ, അങ്ങനെയൊന്നുമില്ല. എന്റെ കുഞ്ഞേട്ടൻ ഞാനും അപ്പമ്മയും കഴിഞ്ഞേ ഉള്ളൂ, ഇവിടെ വേറെ ആരും. കേട്ടോ? കേട്ടു. തന്നെ കെട്ടിപ്പിടിച്ച് പറയുന്നവളെ ഒരു ചിരിയോടെ പുണർന്നു അംബികയും പറഞ്ഞു. ഒരു വാതിലിനപ്പുറം ഈ കാഴ്ച നോക്കി നിന്നിരുന്ന വാമികയുടെ ചുണ്ടിലും സന്തോഷത്തിന്റെ ചെറുചിരി വിരിഞ്ഞിരുന്നു. വൈഭവന്റെ മുത്തശ്ശൻ കാണാൻ വരുന്നു എന്ന് പറഞ്ഞത് മുതൽ ആകെ ഒരു വെപ്രാളത്തിലാണ് ശിവ. ഇന്നലെ മുതൽ സേതുവിനോട് വൈഭവനെപ്പറ്റി പറയാൻ ശ്രമിക്കുമായിരുന്നു അവൾ. എന്നാൽ അതിനൊരു സമയവും സന്ദർഭവും അവൾക്ക് കിട്ടിയില്ല. ഒടുവിൽ ശിവയുടെ സങ്കോചം മനസ്സിലായ ചൈത്രയാണ് സേതുവിനോട് വൈഭവിന്റെ പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞത്. ശിവയെ കോളേജിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടതാണെന്നും ഒരു അറേഞ്ച്ഡ് മാരേജിന് അവർക്ക് താല്പര്യമുണ്ടായതുകൊണ്ടാണ് ഓപ്പറേഷന്റെ കാര്യങ്ങളും എല്ലാം വൈഭവ് ഡോക്ടർ ഹെൽപ്പ് ചെയ്തതെന്നും ചൈത്ര അവനോട് പറഞ്ഞു. സേതുവിന് ആദ്യം അത് വിശ്വസിക്കാനായില്ല. ശിവയ്ക്ക് ആരുമായി ഒരു പ്രണയമുണ്ടായിട്ടില്ല എന്ന് സേതുവിന് വിശ്വാസമാണ്. എല്ലാം തന്നോട് തുറന്നു പറയുന്ന മകൾ ഇങ്ങനൊരു കാര്യം ഒരിക്കലും തന്നിൽ നിന്ന് മറക്കില്ല എന്നയാൾക്ക് അറിയാമായിരുന്നു. എങ്കിലും വൈഭവ് ശിവയെ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് തന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നതെന്ന് അറിഞ്ഞപ്പോൾ അയാളിൽ എന്തോ ഒരു താല്പര്യക്കുറവ് വന്നു. ഒരാവശ്യത്തിനായി തന്റെ മകളെ മുൻനിർത്തിയോ എന്നൊരു തോന്നൽ അയാളിലെ അച്ഛനുണ്ടായി. ആ ഡോക്ടർ പയ്യൻ മിടുക്കനാ സേതു. നീയും കണ്ടതല്ലേ ആ കുട്ടിയെ? അവൻ തെറ്റായി വേറൊന്നും ചെയ്തില്ലല്ലോ. ഒരിഷ്ടം തോന്നിയപ്പോൾ മാന്യമായി നേരിട്ട് വന്ന് പറഞ്ഞില്ലേ? പിന്നെ നിനക്ക് വയ്യാതായത് കൊണ്ടല്ലേ ആ കുഞ്ഞ് സഹായിച്ചത്. എന്റെ അഭിപ്രായത്തിൽ അവനൊന്ന് വന്ന് സംസാരിക്കട്ടെ. എന്നാ നീ എന്ന് അവർക്ക് പറയാനുള്ളത് കേൾക്ക് സേതു. ഇങ്ങോട്ട് ആലോചിച്ചു വന്നവരെ മുഷിപ്പിക്കണ്ട. ജാനുഅമ്മ സേതുവിനോടായി പറഞ്ഞതും അയാൾ ശിവയെ ഒന്ന് നോക്കി. ശിവയുടെ ഉള്ളിൽ നല്ല ടെൻഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് ചിരിക്കാൻ പോലും പറ്റാതെ അവൾ അയാളെ നോക്കി. അവര് വരട്ടെ, മുഖത്തൊരു തെളിച്ചമില്ലാതെ അത്രമാത്രം പറഞ്ഞു സേതു. ശിവയ്ക്ക് മനസ്സിലായിരുന്നു അച്ഛന് ഈ ആലോചനയിൽ ഒട്ടും താല്പര്യമില്ലെന്ന്. അങ്ങനെ അച്ഛൻ ഈ വിവാഹത്തിന് യോജിക്കാതിരുന്നാൽ വൈഭവുമായുള്ള കരാർ മുടങ്ങും. അങ്ങനെ സംഭവിച്ചാൽ ശിവ ഒരു പേടിയോടെ ഓർത്തു. എന്താ മുത്തശ്ശ, എന്തു പറ്റി? ഹോസ്പിറ്റലിലെത്തിയ മുത്തശ്ശനൊപ്പം സേതുമാധവന്റെ മുറിയിലേക്ക് നടക്കുകയായിരുന്നു സിദ്ധു. മുറിക്ക് മുൻപിലെത്തിയതും പെട്ടെന്ന് മുത്തശ്ശന് പുറകോട്ട് തിരിയുന്നത് കണ്ട സിദ്ധു ചോദിച്ചു. എനിക്കെന്തോ ഈ ആലോചനയിൽ ഒരു തൃപ്തി വരുന്നില്ല സിദ്ധ. ആ കുട്ടി എന്റെ വൈഭവിന് ചേരില്ല എന്നൊരു തോന്നൽ. ശേഖരൻ പറഞ്ഞത് കേട്ട് സിദ്ധു ഒന്ന് പരിങ്ങി. ശേഖരവർമ്മയുടെ കണ്ണുകളെ വെട്ടിക്കുക എന്നത് കുറച്ചു പ്രയാസമാണ്, അവനറിയാം. അതിന് മുത്തശ്ശൻ ആ കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ. പിന്നെങ്ങനെയാ തീരുമാനിക്കുന്നത് ആ പെണ്ണ് വിച്ചുവിന് ചേരില്ലെന്ന്? അതല്ല സിദ്ധു, വിദ്യ രാവിലെ പറഞ്ഞപ്പോൾ ഞാനതത്ര കാര്യമാക്കിയതല്ല. എങ്കിലും ഇപ്പോൾ ഒരു തോന്നൽ, ആ പെൺകുട്ടി അവളുടെ ആവശ്യങ്ങൾക്കാണോ എൻ്റെ വൈഭവിൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന്. അവൻ്റെ കൂട്ടുകെട്ടുകളൊക്കെ എനിക്കും അറിയുന്നതല്ലേ. അങ്ങനെ മറ്റോ ആണോ ഇതെന്നും ഒരു തോന്നൽ. മുത്തശ്ശൻ സിദ്ധുവിനെ നോക്കി പറഞ്ഞതും സിദ്ധു ഒന്ന് ഉമിനീരിറക്കി. മുൻപിൽ നിൽക്കുന്നത് വേറെ ആരുമല്ല, മാണിക്യമംഗലത്തെ ഒന്നോടെ വിറപ്പിക്കുന്ന സാക്ഷാൽ രാജശേഖര വർമ്മയാണ്. അദ്ദേഹത്തിന് മുന്നിൽ കള്ളത്തരം കാണിക്കുമ്പോൾ ഒന്നല്ല 1000 വട്ടം സൂക്ഷിക്കണം. സിദ്ധു ഒന്ന് പരിങ്ങി. എന്തായാലും ഇവിടം വരെ വന്നില്ലേ മുത്തശ്ശ, അവരെ ഒന്ന് കാണാം. പിന്നെ വിച്ചുവിന് മുത്തശ്ശനെ അറിയാലോ. അവൻ വിചാരിച്ചാൽ ഏത് പെണ്ണിനെയും അവന് കിട്ടും. എന്നിട്ടും അവൻ ഈ വിവാഹ ആലോചന ഇങ്ങനെ മുൻപോട്ട് വെച്ചത് അവന് താല്പര്യമുണ്ടായിട്ട് തന്നെയാണ്. സിദ്ധു പറഞ്ഞതും അയാൾ അത് ശരിവെച്ചതുപോലെ തല കുലുക്കി. മുത്തശ്ശനെ ഒന്നുകൂടി നോക്കിയിട്ട് സിദ്ധു റൂമിന്റെ ഡോറിൽ നോക്ക് ചെയ്തു. ഹായ് ശിവാമേ. ഹലോ സിദ്ധാർത്ഥ് സാർ. ഡോർ തുറന്നതും ചിരിയോടെ തന്നെ വിഷ് ചെയ്ത സിദ്ധുവിനെ നോക്കി വലിയ തെളിച്ചമില്ലാത്ത ഒരു ചിരി നൽകി ശിവ. ഇത് വൈഭവിന്റെ മുത്തശ്ശൻ. അല്ല മോളെ, നീയോ? സിദ്ധു പറഞ്ഞു മുഴുവിപ്പിക്കും മുമ്പേ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഒരു ഞെട്ടലോടെ ശേഖരൻ വിളിച്ചു. മുത്തശ്ശ.
അയാളെ കണ്ട ശിവയുടെ മുഖം ഞൊടിയിടയിൽ വിടർന്നു. അവൾ നിറച്ചിരിയോടെ അയാളെ വിളിച്ചു. രണ്ടുപേരുടെയും മുഖത്തെ ആ തിരിച്ചറിവ് കണ്ട് സിദ്ധു വാ പൊളിച്ചു നിന്നുപോയി. മോളെ, നീയോ? എവിടായിരുന്നു കുട്ടി നീ? ആരോടും അന്നൊരു പോക്ക് പോയതാ. ഞാൻ നിന്നെ എവിടെയൊക്കെ തിരക്കിയെന്ന് അറിയോ? സുഖമാണോ എൻ്റെ കുട്ടിക്ക്? ശിവയെ കണ്ട സന്തോഷത്തോടെ അവളുടെ കയ്യിലേക്ക് പിടിച്ച് മുത്തശ്ശൻ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിനെല്ലാം മറുപടിയായി അവൾ അയാളെ നോക്കി ചിരിച്ചു. സിദ്ധാർത്ഥാണെങ്കിൽ മുത്തശ്ശൻ ശിവയോട് കാര്യമായിട്ട് സംസാരിക്കുന്നത് കണ്ണും തള്ളി നിൽക്കുകയാണ്. ഇത്രയും നേരം പെൺകുട്ടിയോട് താല്പര്യമില്ലെന്ന് പറഞ്ഞു വന്ന ആൾക്ക് ശിവയെ കണ്ടപ്പോൾ എന്തു പറ്റി എന്നവൻ ചിന്തിച്ചു. അല്ല, മോളെന്താ ഇവിടെ? പെട്ടെന്നെന്തോ ഓർത്ത പോലെ മുത്തശ്ശൻ ചോദിച്ചു. അതെൻ്റെ അച്ഛൻ ഇവിടെ അഡ്മിറ്റാണ് മുത്തശ്ശ. ഹാർട്ടിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ശിവ പറഞ്ഞതും അയാളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. വൈഭവിന് വേണ്ടി താൻ കാണാൻ വന്നത് ശിവയാണെന്നറിഞ്ഞതും ശേഖരവർമ്മയുടെ ഹൃദയം നിറഞ്ഞു. ശിവമോളെ, ഇത് ബെഡിൽ ചാരിയിരുന്ന സേതു ഒന്നുകൂടി എഴുന്നേറ്റിരുന്ന് ശിവയോട് ചോദിച്ചതും മറുപടി പറയാൻ തുടങ്ങിയ ശിവയെ തടഞ്ഞുകൊണ്ട് ശേഖരവർമ്മ മുന്നോട്ട് വന്നു. മോളോട് ചോദിക്കണ്ട, ഞാൻ തന്നെ പറയാം. ഞാൻ മാണിക്യമംഗലത്ത് രാജശേഖരവർമ്മ. എൻ്റെ ചെറുമകനാണ് വൈഭവ്. എൻ്റെ മകൻ മഹേന്ദ്രവർമ്മയുടെ ഒരേ ഒരു മകൻ വൈഭവ് മഹേന്ദ്രവർമ്മ. അയാളൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും സേതുവും ജാനിയമ്മയും ചൈത്രയുമെല്ലാം ഞെട്ടി അയാളെ ഒന്ന് നോക്കി. ഡോക്ടർ വൈഭവ് മുത്തച്ഛൻ്റെ ചെറുമകനാണെന്ന് കേട്ടതും ശിവയ്ക്ക് പെട്ടെന്ന് സങ്കടം തോന്നി. അന്ന് നടന്നതൊക്കെ അവളുടെ മനസ്സിലൂടെ പാഞ്ഞുപോയി. ഒപ്പം വൈഭവിൻ്റെ മുഖവും. സാർ ഇരിക്ക്, വരുമെന്ന് മോള് പറഞ്ഞിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ കയറി വരുമെന്ന് ഓർത്തില്ല, അതാ. ജാനുമ്മ സേതുവിന് അടുത്ത് കിടന്ന കസേര നീക്കിക്കൊടുത്തു പറഞ്ഞതും ശേഖരൻ ഒരു ചിരിയോടെ അതിലേക്കിരുന്നു. മോളെ എങ്ങനെ അറിയാം? ജാനുമ്മ എടുത്തു ചോദിച്ചതും ശേഖരൻ ശിവയെ ഒന്ന് നോക്കി. അവൾ കണ്ണുകൾ കൊണ്ട് അരുത് എന്ന് കാണിച്ചതും അയാളൊന്ന് ചിരിച്ചു. എന്നാൽ സേതുവിന് മനസ്സിലായിരുന്നു മുന്നിലിരിക്കുന്ന ആളും ശിവയും തമ്മിൽ എങ്ങനെയാ പരിചയമെന്ന്. പരിചയമുണ്ടെന്ന് കൂട്ടിക്കോളൂ, പുഞ്ചിരിയോടെ ശേഖരൻ ജാനുമ്മയോട് പറഞ്ഞതും അവരൊന്ന് ചിരിച്ചു. സേതുമാധവൻ എന്നല്ലേ പേര്? ശേഖരൻ സേതുവിനോട് ചോദിച്ചതും അയാളൊന്ന് മൂളി. സേതുമാധവ, വൈഭവ് ഒരാഗ്രഹം പറഞ്ഞു. കേട്ടപ്പോൾ എനിക്കും ഇഷ്ടമായി. കാരണം വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞു നടന്ന ചെക്കനാ അത്. അവൻ ഇങ്ങോട്ട് വന്ന് ഒരു പെണ്ണിനെ അവന് ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കുകയാണെങ്കിൽ അവളെ മാത്രമേ കെട്ടൂ എന്നൊക്കെ പറഞ്ഞതും പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല. അതാ കയ്യോടെ തൻ്റെ മകളെ എൻ്റെ കുട്ടിക്ക് തരുമോയെന്ന് ചോദിക്കാൻ ഞാനായിട്ട് വന്നേ. ഇവിടെ വന്നപ്പോഴല്ലേ കുട്ടി എൻ്റെ ശിവമോളാണെന്ന് ഞാൻ കാണുന്നത്. അയാൾ ഒരു പുഞ്ചിരിയോടെ ശിവയെ നോക്കി പറഞ്ഞു. ശിവയെ മുത്തച്ഛന് ഇഷ്ടമായത് കേട്ടതും സിദ്ധു ഒന്ന് ശ്വാസം വിട്ടു. എന്നാൽ സേതുവിൻ്റെ മുഖം കുനിഞ്ഞു തന്നെ ഇരിക്കുകയായിരുന്നു. സേതു, നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ എനിക്ക് മനസ്സിലാവും. എൻ്റെ കൊച്ചുമകൻ ആഗ്രഹിച്ചത് അവന് വേണ്ടി വിലയ്ക്ക് വാങ്ങാനല്ല ഞാൻ വന്നത്. തൻ്റെ മോളെ മാണിക്യമംഗലത്തെ രാജകുമാരിയാക്കാനാ ഞാൻ വന്നേ. കാരണം എൻ്റെ വൈഭവിന് ശിവയെക്കാളും നല്ല പെണ്ണിനെ കിട്ടില്ല. അത് ഈ ലോകത്ത് എന്നെക്കാളും നന്നായി ആർക്കും അറിയില്ല. സേതുവിൻ്റെ കയ്യിൽ പിടിച്ച് അയാൾ അത് പറഞ്ഞതും സേതു അയാളെ മുഖമുയർത്തി നോക്കി. അപ്പോൾ നിറഞ്ഞു നിന്നിരുന്നു സേതുവിൻ്റെ മിഴികൾ. അച്ഛൻ്റെ കണ്ണിലെ നനവ് കണ്ടതും ശിവയുടെ ഉള്ളു പൊള്ളി. രാജകുമാരി ആയിട്ടല്ല, വിലയ്ക്ക് വാങ്ങിയ ജോലിക്കാരിയാകാനാണ് താൻ പോകുന്നതെന്ന് പാവം തൻ്റെ അച്ഛനെ അറിയുന്നില്ലല്ലോ എന്നവൾ ഓർത്തു. ശിവ മുഖം കുനിച്ചു ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു പൊങ്ങി വന്ന കരച്ചിലിനെ പിടിച്ചു വെച്ചു. അവളുടെ അവസ്ഥ മനസ്സിലായ ചൈത്ര ഓടി വന്നവളുടെ അടുത്തു നിന്നു അവളെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചു. സേതു ഒന്നും പറഞ്ഞില്ല. ശേഖരൻ വീണ്ടും സേതുവിനോടായി ചോദിച്ചു. ഈ നിൽക്കുന്നത് എൻ്റെ നിധിയാണ് സാർ. ഈ ലോകത്ത് എനിക്ക് സ്വന്തമെന്ന് പറയാനുള്ള എൻ്റെ ഒരേ ഒരു നിധിയായ എൻ്റെ പൊന്നുമോള്. ഏതൊരച്ഛനെയും പോലെ അവളെയും ഏറ്റവും സുരക്ഷിതമായ കയ്യിൽ ഏൽപ്പിക്കാനാ എനിക്കിഷ്ടം. അതുപോലെ എൻ്റെ മോൾക്ക് അവൾ അർഹിക്കുന്ന ജീവിതം കിട്ടണം. എനിക്ക് സമ്മതമാണ് സാർ ഈ കല്യാണത്തിന്. പുഞ്ചിരിയോടെ സേതു പറഞ്ഞതും ശേഖരൻ്റെ മുഖവും വിടർന്നു. സേതുവിൻ്റെ വാക്കുകൾ കേട്ട ജാനുമ്മ നെഞ്ചിൽ കൈവച്ചെന്ന് പ്രാർത്ഥിച്ചു. ചൈത്ര ശിവയെ ഒന്ന് നോക്കി. ഇപ്പോഴും മുഖം താഴ്ത്തി തന്നെ നിൽക്കുവാണ് അവൾ. മാമി, സേതു ശിവയെ നോക്കി വിളിച്ചതും അവൾ ഒരു ഞെട്ടലോടെ സേതുവിനെ നോക്കി. എന്നിട്ട് വേഗം അയാൾക്കരികെ ബെഡിൻ്റെ സൈഡിൽ ചെന്നിരുന്നു. അച്ഛന് ഇഷ്ടാ, പക്ഷേ എൻ്റെ മോളുടെ ഇഷ്ടം നോക്കിയേ അച്ഛൻ തീരുമാനമെടുക്കൂ. പറ, അച്ഛൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് സമ്മതാ അച്ഛേ. നിക്ക് എൻ്റെ അച്ഛയാ വലുത്. അച്ഛൻ തീരുമാനിക്കുന്നതെന്തും എനിക്ക് സമ്മതമാ. ഈ വിവാഹം നടക്കേണ്ടത് തന്നെയെന്ന എൻ്റെ മനസ്സ് പറയുന്നേ. ഉള്ളിൽ നീറി പുകയുന്ന വേദനയെ മറച്ചു വെച്ചവൾ സേതുവിനോട് പറഞ്ഞു. അയാൾ ഒരു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തുനിന്ന് തഴുകി. മുൻപോട്ട് തൻ്റെ ജീവിതം എന്താകുമെന്നോ എന്താണ് തന്നെ കാത്തിരിക്കുന്നതെന്നോ ഒന്നും അവൾ അപ്പോൾ ഓർത്തില്ല. തൻ്റെ അച്ഛൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ കാണുന്ന തിളക്കം മാത്രമായിരുന്നു അവൾ കണ്ടത്. പെണ്ണിനെ ഇഷ്ടമായതും കല്യാണത്തിന് അവർ സമ്മതിച്ചതും എല്ലാം രാജശേഖര വർമ്മ മാണിക്യമംഗലത്തെ അറിയിച്ചു. വിദ്യയ്ക്കും വൃന്ദയ്ക്കും അതിൽ വലിയ താല്പര്യം കാണിച്ചില്ലെങ്കിലും വേറെ വഴിയില്ലാത്തതിനാൽ ഇരുവരും ഒന്നും പറഞ്ഞില്ല. രണ്ടാഴ്ചകൾക്കുള്ളിൽ കുടുംബക്ഷേത്രത്തിൽ വെച്ച് കുടുംബക്കാർ മാത്രമായി ഒരു താലികെട്ട്.
പിന്നീട് എല്ലാവരെയും അറിയിച്ച് റിസപ്ഷൻ നടത്താൻ തീരുമാനിച്ചു. ശിവയുടെ കല്യാണക്കാര്യം അറിഞ്ഞത് നഭസിൽ എല്ലാവർക്കും വളരെ സന്തോഷമായി. ശിവയെ പിരിയേണ്ടി വരുമെന്നുള്ള വിഷമം ഒരിടത്തുണ്ടെങ്കിലും അവൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ ഓർത്ത് എല്ലാവരും സന്തോഷിച്ചു. വൈഭവും ശിവയും തമ്മിൽ പിന്നീട് സംസാരിച്ചിട്ടില്ല. സിന്ധു വഴി വൈഭവ് ശിവയോട് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കല്യാണത്തിന്റെ തലേദിവസം എത്തി.